പൊതുജനം ഇനി പോകുന്നത് മലപ്പുറം ആലങ്കോട്ടേക്കാണ്. അവിടെ ആലങ്കോട് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ നിലച്ചിരിക്കുന്നു. ഇരുമ്പും സ്റ്റീലും ഉപയോഗിച്ചുള്ള നൂതന സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മാണം. പ്രവർത്തികൾ നിലച്ചതോടെ നിർമ്മാണ സാമഗ്രികൾ നശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ആലങ്കോട് ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത്. പണി പൂർത്തിയായാൽ 34 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. പക്ഷേ ലൈഫ് മിഷന്റെ ഫ്ളാറ്റിനായി ലൈഫ് മുഴുവൻ കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് അപേക്ഷകർ ചോദിക്കുന്നത്. ആലങ്കോട് പഞ്ചായത്തിൽ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് സമീപമാണ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. 3 നിലകളുള്ള ബഹുനില കെട്ടിടമാണ് പദ്ധതിയിലുള്ളത്. ഇരുമ്പ് തൂണിൽ കെട്ടി ഉയർത്തി സ്റ്റീൽ ഉപയോഗിച്ചുള്ള നിർമ്മാണം. 34 കുടുംബങ്ങൾക്ക് താമസിക്കാനാകും. 2ാമത്തെ നിലയിലെ റൂഫ് വരെയാണ് പ്രവർത്തികൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തികൾ ദിവസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഇതോടെ കാടുപിടിച്ചും മഴ നനഞ്ഞും നിർമ്മാണ സാമഗ്രികൾ നശിക്കുന്നു. നിരവധിയായ ഭവനരഹിതരായ ആളുകൾ അവരുടെ വീട് കിട്ടാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ ഒരു നിർമ്മാണ പ്രവൃത്തി ഒരു ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖജനാവിന് കോടിക്കണക്കിന് രൂപയാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പാഴായ വാഗ്ദാനങ്ങളുടെ ഒരു ഉദാഹരണവുമായി ഈ ഫ്ളാറ്റ് സമുച്ചയം ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. വീടെന്ന സ്വപ്നവുമായി അപേക്ഷകർ ഒരു വശത്ത് കാത്തിരിപ്പിലാണ്. തെരുവ് നായകളും പാമ്പുകളും ഫ്ളാറ്റിൽ താവളമാക്കുന്നുണ്ട്. ഇത് സമീപവാസികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വേറെ. സാങ്കേതിക പ്രശ്നങ്ങളാണ് മുന്നോട്ടു പോക്കിന് തടസ്സമാകുന്നത് എന്നാണ് ലൈഫ് മിഷൻ നൽകുന്ന വിശദീകരണം. ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവർ മുന്നോട്ട് വെക്കുന്നു. പാതി വഴിയിൽ നിലച്ചു പോയ ഈ ഫ്ളാറ്റിൽ ഒരിക്കലെങ്കിലും അർഹതപ്പെട്ടവർക്ക് അന്തി ഉറങ്ങാൻ കഴിയുമോ? അതോ ഈ തൂണിൽ അവശേഷിക്കുന്ന ഒരു സ്വപ്നമായി അവരുടെ ആഗ്രഹങ്ങൾ മാറുമോ? ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അപേക്ഷകർ. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതിങ്ങനെ പാതി വഴിയിൽ നിലച്ചു പോയിക്കൂടാ. പ്രതികരണങ്ങളിലേക്ക്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കാട് പിടിച്ചെടുക്കുകയും കണ്ടമാനം നായ്ക്കളും മറ്റുള്ള ജന്തുക്കളൊക്കെ ജീവിച്ച് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. മൊത്തത്തിൽ ഇതിവിടെ കാട് പിടിച്ചെടുക്കുന്നു, ഇവിടെ പാമ്പ് വരുന്നു, ഈ സ്റ്റീൽ സ്ട്രക്ചർ നശിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഇതൊരു ഉപയോഗശൂന്യമായി തന്നെ കിടക്കുകയാണ്. ഏകദേശം 5 കൊല്ലത്തോളമായി ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഇത് തുടക്കം കുറിച്ചിട്ട് നാളിതുവരെയായിട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ഉപകാരം ലഭിക്കാത്ത രീതിയിലാണ്. ഇപ്പോഴും അവർ യാതന അനുഭവിക്കുന്ന ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് നിൽക്കുന്നത് കൊണ്ട് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇത് ആർക്കാണോ കയ്യിലെത്തേണ്ടത് അവരെ കയ്യിൽ എത്താത്തതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ നിവേദനവും ഒക്കെ ഞങ്ങൾ നൽകിയതാണ്. പക്ഷേ ഈ സംരംഭം ഇപ്പോഴും ഇങ്ങനെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും പിന്നെ മരിക്കുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പിന്നെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.